ആ പറഞ്ഞു. ഇന്നലെ രാത്രിയില് എനിക്ക് കൈക്ക് ശരീരം മൊത്തം അസ്ഥിവേദന മാതിരി. ഞാൻ കിടന്ന് പിടച്ചു, ഒരു പൂളക്കൊന്നുറങ്ങിയില്ല. ഞാൻ കിടന്ന് നിലവിളിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നെ ആശുപത്രി കൊണ്ടുപോയി ഒക്കത്തോളം ഞാൻ കിടന്ന് നിലവിളിച്ച് എങ്ങനെങ്കിലും നേരം വെളുപ്പിച്ചു. വീണ്ടും പകല് മൊത്തവും അതേ വേദന, ശരീരം മൊത്തവും അങ്ങ് വേദനയായിരുന്നു. വീണ്ടും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ബ്രദറിന്റെ ഈ വചനം കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് കുറയുന്നില്ല. ഇന്ന് രാത്രി 8 മണിയായപ്പോ ഞാൻ ഇവിടെ മുട്ടുമടക്കിയിരുന്ന്, കർത്താവേ നീ എനിക്ക് സൗഖ്യം തന്നേ മതിയാവും എന്ന് പറഞ്ഞ് ആ വചനം പറഞ്ഞ്, യേശുക്രിസ്തുവിന്റെ തിരുമുറി, എന്റെ കർത്താവായ യേശുക്രിസ്തു എന്റെ രോഗത്തെ കാൽവരി ക്രൂശിൽ വഹിച്ചു, എന്റെ വേദനയെ കർത്താവ് ചുമന്നു, അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ, ഞാൻ എന്റെ അവകാശത്തോടെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് പൂർണ്ണമായ ഒരു വിടുതൽ കിട്ടാൻ സാധിച്ചു. ദൈവത്തിന് ഒരുപാട് നന്ദി. ഇപ്പൊ ആ വേദന അവിടെ നിന്ന് മാറി. പൂർണ്ണമായിട്ട് മാറി. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. പ്രിയ ആൻറ്റി പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച ആ വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കി. ഞാൻ സൗഖ്യത്തിൻ്റെ അവകാശിയാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മുറിവേറ്റത് ഞാൻ രോഗിയാകാനല്ല സൗഖ്യമാകാൻ വേണ്ടിയാണെന്നുള്ളത് എന്ത് ചെയ്ത് ചോദിച്ചു ദൈവത്തിൽ. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ആ വചനം എന്ന് പറയുന്ന ചില്ലുകൂട്ടിലിരിക്കുന്നതിനെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറ, എൻ്റെ യേശു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് വേദന മാറിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം എന്ത് സംഭവിച്ച, പൂർണ്ണ സൗഖ്യം. അസ്ഥിക്കകത്ത് പറഞ്ഞ പോലെ വേദന കൊണ്ട് പൊളഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു മരുന്നും ചെയ്യാതെ തന്നെ അത്ഭുത സാക്ഷ്യം കാണാനിടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. കുവൈറ്റിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നു. ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര പുറത്തിന് വേദനയായിരുന്നു, സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു പുറത്തിന്. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചു, അവിടുന്ന് ഗുളിക മരുന്നൊക്കെ തന്നു. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ് വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു ബ്രദറെ. വെയിറ്റ് എടുക്കരുത്, അതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. പിന്നെ അതൊക്കെ അങ്ങ് മാറി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നാട്ടിലോട്ട് വന്നപ്പോഴേ വീണ്ടും ആ ഭാരമൊക്കെ ഒത്തിരി എടുത്ത് എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യ ബ്രദറെ. ഭയങ്കര വേദന, എനിക്ക് നൂരാനൊക്കത്തില്ല ബ്രദറെ. പിന്നെ കുഞ്ഞു തന്നെ നിൽക്കുമോ, ഞാൻ രണ്ട് പുറത്തിന് വേദന. അങ്ങനെ ഞാൻ ഇന്നലെ ബ്രദറിന്റെ വചനം കേട്ടിരുന്ന് പ്രാർത്ഥിച്ചു ബ്രദറെ. ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല, മരുന്നൊന്നും കഴിച്ചില്ല. ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് കൈവച്ച് ബ്രദറെ. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പൊ ആ വേദന അവിടെ ഇല്ല ബ്രദറെ. ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല, എല്ലാം മഹത്വം ദൈവത്തിന്. ഇപ്പൊ വെയിറ്റ് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്നും വെയിറ്റ് എടുത്തു ബ്രദറെ. ഇന്ന് ഒരു 10-35 കിലോ വെയിറ്റ് എടുത്തു. പക്ഷെ ഒരു വേദന ഇന്ന് എനിക്ക് അനുഭവപ്പെട്ടില്ല. സ്വത്രം. അത് വലിയൊരു അത്ഭുതം തന്നെ. എസ് പറഞ്ഞല്ലോ, വേദന കൊണ്ട് ഭാരപ്പെട്ട് പൊളഞ്ഞു. സാധാരണ ഡോക്ടർ പറഞ്ഞാണ് വെയിറ്റ് എടുത്താൽ പിന്നെ അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ആ വേദന വന്നപ്പോൾ എന്ത് ചെയ്തു, യേശുവിൻ്റെ തിരുമുറിവിനുള്ള സൗഖ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞത് തന്നെ, ഇപ്പോൾ ഡോക്ടർ വെയിറ്റ് എടുക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് പറഞ്ഞത് 10-15 കിലോ എടുത്തിട്ട് പോലും എനിക്കിപ്പോൾ ഒരു വേദനയില്ല. കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു ആലോചന പറയട്ടെ ബ്രദറെ. രമണി എന്ന് പറഞ്ഞില്ലേ ബ്രദറെ, രമണിയുടെ പേര്, അത് എന്റെ ഒരു ചേച്ചിയാണ് ബ്രദറെ. ആ ചേച്ചിയുടെ കൊച്ചിന് 5 വയസ്സ് കഴിഞ്ഞു ബ്രദറെ. ഇപ്പം കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിൽ പനിയായിട്ട് കൂടുതലായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ ക്യാൻസറിന് സാധ്യതയുള്ളതാണ്, ടെസ്റ്റ് 5 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ആ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, ഈ പ്രാർത്ഥനയിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഒരാഴ്ച കൊണ്ട് ആ മോക്ക് വേണ്ടി പേര് പറഞ്ഞ് ഞാൻ ബ്രദർ തിരുമുറിവിനാൽ സൗഖ്യമായത് വചനം പറഞ്ഞു ഞാൻ ഒരാഴ്ച കൊണ്ടിരിക്കുകയാണ് ബ്രദറെ. ആ ചേച്ചിയും എല്ലാവരും കർത്താവിന്റെ മക്കളാണ്. അവരോട് പറയണം, ഇങ്ങനെ പറയണം, ഈ ഒരു ക്യാൻസറിനോ ഒരു രോഗത്തിനോ എൻ്റെ മേലോ എൻ്റെ കുഞ്ഞിൻ്റെ മേലോ അവകാശമില്ല. യേശുവിൻ്റെ തിരുമുറിവിനാലുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നു, ആ മുറിവിൽ സൗഖ്യം പൂർണ്ണമായിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ പറഞ്ഞു. അങ്ങനെ തന്നെ പറയാൻ പറയണം, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ മുറിവിനാൽ രോഗം മാറിയിരിക്കും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയണം. അത്ഭുതകരമായ റിസൾട്ട് അവിടെ കണ്ടിരിക്കും കേട്ടോ. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് ഇത് മാറ്റും. ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞത് ബ്രദറെ. അന്നേ ഞാൻ ഈ വചനം തന്നെ പറഞ്ഞത്, ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞായിരുന്നു ബ്രദറെ. അവിടെ പറഞ്ഞൊക്കെ ധൈര്യമായിട്ടിരിക്കും, കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പറഞ്ഞു കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ഒരാഴ്ചയായിട്ട് ബ്രദറെ മേലാകെ ചൊറിഞ്ഞ് തടിച്ച് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്തൊരു സുഹൃത്തിനെ ഒന്ന് കണ്ടിരുന്നു.
അപ്പൊ അവര് മെസ്സേജും ഇതും കാണുമ്പോ എന്നോട് പറയും ഇത് ഇവിടെ പറ്റില്ല, ഇനി ഒരു അലോപ്പതി മരുന്ന് കഴിക്കണം, ലിവറൊക്കെ വീർത്തോണുണ്ട്, ഉള്ളിലും അകത്തും ഇതേമാതിരി വീർത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ എന്നെ വീട്ടിൽ നിന്നും നിർബന്ധിക്കുകയായി. അപ്പൊ ഞാൻ പോയില്ല. അതിക്ക് മുൻപ് എനിക്ക് സൗഖ്യം തന്ന എന്റെ പപ്പ ഇതെല്ലാം ഈ പറയുന്ന ടെസ്റ്റുകൾക്കും ഈ ഡോക്ടർ എല്ലാവർക്കും ഉളവാക്കിയത് എന്റെ ദൈവമാണ്. എന്റെ പപ്പ എനിക്ക് സൗഖ്യമാക്കി തന്നോളൂ, ഞാൻ ഒരു വഴിക്കും പോവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വചനം കേട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ഇരുന്ന് അത്ഭുതമാണ്. ആ തടിപ്പുകളൊക്കെ എവിടെ പോയിന്ന് എനിക്കറിയില്ല. ഒരു തടിപ്പും ഇല്ല, ഇപ്പൊ ഒരു വേദനയും ഇല്ല. ഇപ്പൊ സൗണ്ടൊക്കെ രാവിലെ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ അജിത് സിസ്റ്റർ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാം എനിക്ക് മിണ്ടാൻ പോലും വയ്യായിരുന്നു. പക്ഷെ രാവിലെ അങ്ങനെ പറഞ്ഞ് പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോ പിള്ളേർ പറയാം സൗണ്ടൊക്കെ ശരിക്കും വന്ന് ഇപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട്. അമ്മരെ ആ വിശ്വാസം അമ്മനെ സൗഖ്യമാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ അതുപോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരാഴ്ചയായിട്ട് ആ ചൊറിച്ചിലിൻ്റെ തടുപ്പിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അവിടെ കാണിച്ചപ്പോൾ പറഞ്ഞെന്ന് വരെ ചിലപ്പോൾ കിഡ്നിയുടെ ഒക്കെ വിഷയങ്ങളാകാം. ഒരാഴ്ചയായിട്ട് ഭാരപ്പെട്ടിരുന്നു. പക്ഷേ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ പിതാവിൽ ഞാൻ അവകാശിയാണ്, സൗഖ്യത്തിന് ഞാൻ അവകാശിയാണ് പറഞ്ഞുകൊണ്ടിരുന്നു. പൂർണ്ണമായിട്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ കൊടുത്തു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇന്ന് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ 1-2 സാക്ഷ്യം കേൾപ്പിക്കണമെന്നുണ്ട്. എനിക്ക് അത് ജസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേൾപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു ദിവസം പിന്നെയും കേൾപ്പിക്കുക ആ സാക്ഷ്യങ്ങൾ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ ബ്രദറെ ഒന്നുകൂടി പറയണ്, എന്റെ മോന് തലവേദനയ്ക്ക് ചെയ്യാത്ത മരുന്നുകളില്ല. കൊച്ചു കാണിക്കണ്ട, അവന് എന്താ പറയാ തലവേദന എന്ന് വെച്ചാൽ മൈഗ്രീന് തലവേദന, പക്ഷെ ഛർദിയും തലവേദനയും മിണ്ടാൻ പറ്റില്ല. അവൻ കിടന്ന കിടപ്പ് കിടക്കും. അവന് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അവൻ ചെയ്തിട്ടുണ്ട്. ഒറ്റമൂലി ചികിത്സകൾക്കൊന്നും പറഞ്ഞ് പോകലുണ്ട്. അപ്പൊ കൊച്ചു എന്റെ കൂടെ അങ്ങനെ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പോണതിനോട് അവന് താല്പര്യമാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഇതേമാതിരി ഇങ്ങനെ പ്രയറും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്റെ മോന്റെ തലവേദന അത് അവന്റെ അല്ലാതെ വന്ന് കയറി തലവേദന അവന്റെ ശരീരത്തിൽ എടുത്തു കളയുന്നു. ഇനി മുതൽ എന്റെ കൊച്ചിന്റെ ശരീരത്തിൽ ഈ തലവേദന ഇല്ല. തലവേദനയ്ക്ക് എന്റെ മോന്റെ ശരീരത്തിൽ സ്ഥാനം ഇല്ല. അത് എന്റെ എടുത്തു കളഞ്ഞ തലവേദന ഇല്ല. അത് സൗഖ്യമായെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ മോനോട് പറഞ്ഞു, മോനെ നിനക്ക് ഇനി തലവേദന ഇല്ല, നിന്റെ ശരീരത്തിൽ അതില്ല. അപ്പൊ വൈഫിനും ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം അവര് ബാംഗ്ലൂർ പോവാൻ നിൽക്കണോ, വെള്ളമൊന്നും കുടിക്കാൻ ധൈര്യമില്ല. നീ കുടിച്ചോ, നിനക്ക് വേണ്ടതൊക്കെ കുടിച്ച് നീ പോയിക്കോ, ഒരു കുഴപ്പവും നിനക്ക് ഉണ്ടാവില്ല. അത് എന്റെ യേശുപ്പാപ്പ സൗഖ്യമാക്കി. നിനക്ക് ഇനി അതില്ല, നീ പറഞ്ഞോ ആ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞ് നീ പോയിക്കോ, നിനക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റിയിട്ടില്ല. 2 മാസമായി. അതിനുശേഷം അവൻ എല്ലാ ദിവസവും ശനിയാഴ്ച വന്ന് അവൻ തിങ്കളാഴ്ച പോയാൽ അന്ന് അവന് ലീവാണ് തലവേദന. പക്ഷെ ഈ ദിവസങ്ങളിലൊന്നും എന്റെ മോന് തലവേദന ഇല്ല. അവന് ഏറ്റവും കിട്ടിയ അനുഗ്രഹമാണ് ആ തലവേദന മാറിയത്. അത്രമാത്രം അവൻ കൊച്ചു കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു തലവേദന കൊണ്ട്. തീർച്ചയായിട്ടും പറയാ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ, ഇന്ന് പറഞ്ഞ പോലെ തന്നെ മകൻ്റെ ബുദ്ധിമുട്ടിന് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ അതാണ് നാവ് കൊണ്ട് നമ്മളത് എന്ത് ചെയ്യുക, തിരിക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കർത്താവെ കൊച്ചിൻ്റെ തലവേദന മാറ്റണമേ എന്ന് വേണേൽ പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ദൈവത്തിൽ നിന്ന് അടുത്തുള്ള വ്യക്തിയുടെ മിത്രത്തിൻ്റെ പ്രാർത്ഥനയല്ല. മിത്രത്തിൻ്റെ പ്രാർത്ഥന ഇതെനിക്ക് വേണമപ്പാ, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മിത്രം ചോദിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ നിങ്ങൾ മക്കൾ ചോദിക്കണം. കർത്താവ് ഇത് പറഞ്ഞ പോലെ തന്നെ ആ മകനെ സൗഖ്യമാക്കിയ പറഞ്ഞ പോലെ തന്നെ ശനിയും ഞായറും വന്നാൽ പിന്നെ തിങ്കളാഴ്ച ഓഫാണ്, ആ ഡ്യൂട്ടി പോകും. നമ്മുടെ നന്മ നഷ്ടപ്പെടുത്തും. അത് അങ്ങനെ എത്രത്തോളം തലവേദന ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു. പക്ഷെ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ആ വചനം ഉപയോഗിച്ചതിന് നന്ദി. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു ബ്രദറെ, ഞാൻ ഇവിടെ ഖത്തറിലാന്ന് ഞാൻ പറഞ്ഞു. മിനിഞ്ഞാന്ന് ഞാൻ ഒരു ഇത് പറഞ്ഞായിരുന്നു എന്റെ വേദന മാറിയത്. പിന്നെ എനിക്കിപ്പോ ടിക്കറ്റ് ശരിയാവാതിരുന്നു. ഞാൻ സിസ്റ്ററെ വിളിച്ചു. സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഫുള്ള് എല്ലാം അവധി ആയതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല എനിക്ക്. പിന്നെ മക്കള് 20-ാം തീയതിക്ക് ടിക്കറ്റ് ഇതായിട്ട് എടുത്തായിരുന്നു. മക്കൾക്ക് 2 പേർക്കും, കുഞ്ഞിനും മോക്കും വരണം. പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ഇങ്ങോട്ട് വന്നത് എന്നെ തന്നെ എനിക്ക് കൂട്ടുകാരെ തമ്പുരാൻ തന്നു. തിരിച്ചെന്റെ മക്കൾ എനിക്ക് കൂട്ടായിട്ട് വരുന്ന ഒരു ടിക്കറ്റ് എനിക്ക് ശരിയാക്കി തരണം, എനിക്ക് അവരുടെ കൂടെ പോണേന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്ററും പറഞ്ഞു പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം അത്ഭുതമായിട്ട് എനിക്ക് നമുക്ക് കേരളത്തിലേക്കല്ല, തമിഴ്നാട്ടിലേക്ക് മധുരയ്ക്ക് മോടെ വീട്ടിലേക്ക് അവിടത്തേക്കുള്ള ടിക്കറ്റ് കിട്ടി. അവിടെ നിന്ന് എനിക്ക് ട്രെയിനിൽ വരാൻ പറ്റും കേരളത്തിലോട്ട്. അങ്ങനെ എനിക്ക് ടിക്കറ്റ് നാളെ വൈകിട്ട് 7 മണിക്ക്. സിസ്റ്ററെ പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് ഈ ഭജനം കേട്ട് എനിക്ക്
അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിന് എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എനിക്ക് സൗഖ്യം എല്ലാം കിട്ടി. തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. പ്രിയമക്കൾ ഒരുമിച്ചിരുന്ന് സൗകര്യമായിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് പ്രാർത്ഥിക്കുകയും ഇന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ ഇടയായി. പ്രത്യേകം ബർത്ത്ഡേ ഉള്ളവർക്ക് വേണ്ടി ഇഷ്ടം ഞാനിത് കണ്ടത് കേട്ടോ, ഇഷ്ടം മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നാളെയാണ് നാളെ ബർത്ത്ഡേ. നാളെ 19/12. വരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? ബ്രദറെ, പറഞ്ഞു. എനിക്ക് കാലിന്റെ മുട്ടിന്റെ വേദന ബ്രദർ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഈ കാലിന് ഭയങ്കര മുട്ടിന് വേദന പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. അന്നേരം പ്രാർത്ഥിക്കാനിടയ്ക്ക് ഞാൻ കൈവച്ചതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ രാത്രി തന്നെ സൗഖ്യം, ആ സമയത്ത് തന്നെ സൗഖ്യം വന്നു. തന്നെയല്ല, ഇന്നാളൊരു എൻ്റെ ബ്രദർ ഷാലുവിന് ഒരു നല്ല സൗഖ്യം കിട്ടാതെ ചെവിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള പഴുപ്പുണ്ടായിരുന്നു. ഷാലുവിന്റെ വീടിനെ തുടർന്നു ബ്രദർ പറഞ്ഞായിരുന്നു. പക്ഷെ പരിപൂർണമായിട്ട് ആ ചെവിയിലെ പഴുപ്പ് പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞു. പോയി. ഇനി ഇപ്പൊ പഴുപ്പില്ല, ഒരു ശകലം പോലും പഴുപ്പില്ല. 2 മാസമായിട്ട് ആ ചെവി പഴുപ്പുണ്ടായിരുന്നു. എത്ര മരുന്ന് അതായത് ആ സമയത്താണ് പ്രവചനാത്മാവിൽ അവൻ്റെ പേര്, ആ വ്യക്തിയുടെ പേര് വെളിപ്പെട്ടത് അല്ലേ? അതിനു മുന്നേയും ഈ ചെവി പഴുപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കാണുന്നില്ല. പക്ഷെ ആ സമയത്ത് ഈ വീട്ടിൽ വന്ന്, ഇപ്പൊ ഈ വീട്ടില, ഈ വീട്ടിൽ വന്ന് ഞാൻ നോക്കുമ്പോ പഴുപ്പുണ്ട്. അന്നേരം ഞാൻ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ വരുന്നേ. പക്ഷെ പഴുപ്പുണ്ടോ ഇല്ലയോ, ചെവിക്കകത്തുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. വീട്ടിൽ വന്നപ്പം തലമുടി ഇങ്ങനെ പുള്ളിയ പാർലേസായിട്ട് വലുതായിട്ട് നടക്കത്തില്ല. അന്നേരം ഞാൻ ആ മുടിയുടെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞപ്പം പഴുപ്പ് ഇങ്ങനെ കണ്ടെന്നെ ദൈവം കാണിച്ചതാ ഈ പഴുപ്പ്. അന്നേരമേ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഈ ഇവിടെ ഇപ്പം വീട്ടിലുണ്ട്. അന്നേരവും ഇത് ബ്രദറിലൂടെ ഇതാ പറഞ്ഞു. അല്ല, ഞാൻ ഒരു മിനിറ്റ്, ഈ പേര് വെളിപ്പെടുന്ന സമയത്ത് രോഗം ഉണ്ടായിരുന്നോ? പേര് വെളിപ്പെടുമ്പോ എനിക്ക് രോഗം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം അറിയത്തില്ലായിരുന്നു ഈ രോഗം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു അന്നേരം. അത് കഴിഞ്ഞ് രണ്ടാമത് അന്നേരം ഞാൻ വന്നു, ഈ പഴുപ്പ് കണ്ടു. പിന്നെയും ബ്രദർ ഇതിനെപ്പറ്റി പിന്നെയും ഇത് പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെയും ഏറ്റെടുത്തപ്പം ഈ എന്റെ ബ്രദറിന് വേണ്ടി ഞാൻ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം. പിന്നെ ബ്രദർ പറഞ്ഞത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് മുഴുവൻ പൂർണ്ണമായിട്ടും പോയി. അതായത് സിസ്റ്റർ പറഞ്ഞത് ശാലു എന്ന് പറഞ്ഞുള്ള പേര് കർത്താവ് വെളിപ്പെടുത്തി വലിയൊരു അത്ഭുതം നടക്കുമെന്ന് പറയുന്ന സമയത്ത് സിസ്റ്റർക്ക് അറിയത്തില്ലായിരുന്നു ചെവിക്കകത്ത് പഴുപ്പുണ്ടായിരുന്നു അല്ലേ? ഈ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ആദ്യം പറഞ്ഞപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു. രണ്ടാമതും ഇവിടെ വന്നു കഴിഞ്ഞും പറഞ്ഞു. ഒരു വീടിന്റെ, ഷാലുവിന് പറയുന്ന വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട്. ആ വീടിന് ഒരു വലിയൊരു അത്ഭുതം നടക്കുന്നു. അന്നേരം അത് കഴിഞ്ഞ പിന്നെ ഇത് പൂർണ്ണമായിട്ടും പോയി. അത് വലിയൊരു സാക്ഷി സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ശാലു എന്നുള്ള പേര് ദൈവാത്മാ വെളിപ്പെടുത്തി, ആ വീടിൻ്റെ അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി, ആ വ്യക്തിയുടെ മേലേക്ക് വലിയൊരു ദൈവപ്രവർത്തി നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർക്ക് ആ സമയത്ത് അറിയത്തില്ല. പിന്നീടാണ് നോക്കിയപ്പം ചെവി പഴുത്തിരിക്കുമായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം പൂർണ്ണ സൗഖ്യം കർത്താവ് അവിടെ ചെയ്തു അല്ലേ? മരുന്ന് വല്ലതും ചെയ്തോ? പൂർണ്ണ സൗഖ്യം കർത്താവ് ഇന്ന് കൊടുക്കുവാൻ ഇടയായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഓരോ പ്രവചനാലോചന ആയിക്കോട്ടെ, അതിൻ്റെ അകത്തെല്ലാം വിടുതലുകൾ ഇരിപ്പുണ്ട് എന്ന് കേട്ടല്ലോ. ആ പേര് കർത്താവ് വെളിപ്പെടുത്തി, ആ വീട് വെളിപ്പെടുത്തി വലിയൊരു അത്ഭുതം ചെയ്യുന്നു പറയുമ്പോൾ ഇസ്രത്ത് ഏറ്റെടുത്തു. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നു. അവിടെ പൂർണ്ണ സൗഖ്യം കർത്താവ് അത് ചെയ്തു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു, നമ്മുടെ നാവിനെ ഈ ദിവസങ്ങളിൽ സ്റ്റിയറിങ്, ഞാൻ നാളെ നമ്മൾ ചോദിക്കും, ഞാൻ കീവേഡ് എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ കുറച്ച് പേര് ലെഫ്റ്റായിപ്പോൾ എനിക്കറിയാം, സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ടാണെങ്കിലും നാളത്തെ കീവേഡ് അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞു വന്ന വാക്ക് നാവിനെ ഉപയോഗിക്കുക എന്നുള്ള സ്റ്റിയറിംഗ് ആണ്. മറന്നുപോലെ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് തിരിക്കുക. ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചാൽ വണ്ടി പോയി ഇടിക്കും. നന്നായിട്ട് തിരിച്ചോണം. അപ്പോൾ ഇന്ന് മുതൽ നന്നായിട്ട് തിരിച്ചോണം. കർത്താവിൻ്റെ കൃപയാൽ വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. മറ്റാർക്കെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷിയുള്ളവർ. ബ്രദറെ, ഒരു സാക്ഷ്യം പറയട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു. ഞാനിത് കുറച്ചൊരു 3 മാസത്തോളം എനിക്ക് കാണാൻ തുടങ്ങി. മിക്കവാറും ചിലപ്പോൾ എനിക്ക് സൂമിൽ കയറാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ യൂട്യൂബിലാണ് കാണുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ഇന്ന് എന്റെ മോനെ കാണത്തൊന്നുമില്ല. എന്റെ മോന്റെ പേര് നിഖിൽ എന്നാ.
അവനെ ഇങ്ങനെ കാണത്തൊന്നുമില്ല. ഞാനിങ്ങനെ യൂട്യൂബിലേക്ക് കാണുന്നത് അവൻ കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇന്ന് അവന് നമ്മുടെ ജംഗ്ഷൻ വരെ പോകുമ്പോഴത്തേക്ക് തലയുടെ പുറകിൽ നിന്ന് പെട്ടെന്നൊരു വേദന വന്നെന്ന് പറഞ്ഞ്, വേദനയും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവന് ന്യൂറോയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിലെപ്സിയുടെ പ്രശ്നം ഉണ്ട് അവന്. അപ്പൊ പോകുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് അവൻ ഇന്ന് ഏത് വചനം പറഞ്ഞ കാൽവരി ക്രൂശിൽ യേശു തന്റെ തിരുമുറിവുകളെ നമ്മുടെ സകല രോഗങ്ങളും കർത്താവ് വഹിച്ചെന്നു, ആ തിരുമുറിവുകളെ എനിക്ക് സൗഖ്യം വന്നു. അവൻ പറയാമോ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് വേദന മാറിയെന്ന്. ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ്. എത്ര നാളായിട്ട് മോൻ മരുന്ന് കഴിക്കുന്ന? മോൻ 1.5 വയസ്സ് മുതൽ മരുന്ന്. ഒയ്യോ, 1.5 വയസ്സ് മുതൽ കഴിക്കുന്ന മരുന്നാ? എത്ര വയസ്സായി മോനിപ്പം? ഇപ്പം മോന് 27 വയസ്സുണ്ട്. അയ്യോ, ഇപ്പൊ ആ വേദന പോയി? അവന്റെ പുറയുന്ന തലയുടെ പുറന്നുള്ള വേദന പോയി? ഇടയ്ക്ക് തലയ്ക്ക് ഒരു സൈഡിലോട്ടായിപ്പോ മോന് ഒരു സൈഡ് ഇങ്ങനെ അങ്ങനെ വന്ന് ബ്ലഡ് ക്ലോട്ട് ആയി പോയിട്ട് ഇടത് സൈഡിലെ കാല് കൈക്കും തളർച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ നടക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കൈ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ തലയ്ക്കകത്ത് എന്തായിരുന്നു പ്രശ്നം? വേദന എന്ന് പറഞ്ഞാൽ അവൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ ന്യൂറോയുടെ മരുന്ന് കഴിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവന് ഒരു ഭയങ്കര ഒരു വൈബ്രേറ്റ് പോലെ ഒരു പെരിപ്പോ എന്തൊക്കെയോ അസ്വസ്ഥയാന്ന് പറയും. പിന്നെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളതാണ്. ഒരു ഓപ്പറേഷൻ. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ആ വേദന അവന് മാറിയെന്നാ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ഞാൻ ജംഗ്ഷൻ വരെ പോയിരുന്നു. അന്നേരമാണ് അവിടെ വെച്ചാണ് പോകുന്ന വഴിക്കാണ് ഇതിങ്ങനെ ഉണ്ടായത്. അപ്പൊ മോൻ പറഞ്ഞു വെച്ചു പറഞ്ഞപ്പോ വേദന പോയി. ചോദിച്ച വേറൊന്നുമല്ല, ആ കർത്താവിന്റെ തിരുമുറിവിനാൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആ വേദന പോയെങ്കിൽ ഇപ്പം ആ രോഗനിമിത്തം ഉണ്ടായ സകലതും അവന്റെ മേലിൽ നിന്നും മാറാൻ വേണ്ടിയുള്ള അത്ഭുതമാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മോനോട് പറയണം, ഇനി അവന്റെ വേദന അവിടെ ഇൻസ്റ്റന്റ്ലി അവിടെ മോനോട് പറയണം, ഇപ്പൊ സൗഖ്യം വാങ്ങി, ഇനി ഒന്നും നോക്കണ്ട, മരുന്ന് കഴിക്കുന്നത് പോലെ ആ വചനം അങ്ങ് പറഞ്ഞോണം. യേശുവിന്റെ രോഗത്തെ വഹിച്ചു ഞാൻ, ഈ രോഗത്തെ വഹിച്ചതുകൊണ്ട് ഞാൻ ഇനി രോഗിയല്ല. യേശുവിന്റെ മുറിവിനാൽ എനിക്കിപ്പോൾ വേദന മാറിയതൊരു സൈനാണ്. ഞാൻ അത്ഭുതകരമായിട്ട് എല്ലാ മനുഷ്യരെ പോലെ തന്നെ ഞാൻ ഓടിച്ചാടി നടന്ന എല്ലാ കാര്യവും ചെയ്യും. ഞാൻ അത്ഭുത സാക്ഷ്യമാണ് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. വലിയ അതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ ചോദിച്ചത്, വലിയ പ്രവൃത്തിയുടെ ആരംഭമാണിത്. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു എനിക്ക് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എന്റെ അമ്മയുടെ കാലിൽ 1-2 ആഴ്ച മുമ്പ് ഒരു വ്രണം ഉണ്ടായി. കാലിന്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ കുറച്ച് മുകളിലായിട്ടാണ്. അന്നേരം അമ്മ ഞാനിവിടെ ഒമാനിലാണ്. അന്നേരം അമ്മ എനിക്ക് ഇങ്ങനെ ഫോട്ടോ ഇട്ട് തന്നു, മൊബൈലില് വാട്സാപ്പ് ഇട്ട് തന്നു. അന്നേരം എനിക്കിത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നിപ്പോയി. ആ മുറിവിന് ചുറ്റും പിങ്ക് കളറിൽ ഇങ്ങനെ മുറിവ് ഉള്ളിലേക്ക് ആഴ്ത്തി പോയിട്ട് അത് തൊട്ടടുത്ത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എല്ലാ ദിവസവും സുമിറ്റിയും കൂടുന്നതാണ്. അമ്മ ഇങ്ങനെ പറ, യേശു തിരുമുറിവിന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അമ്മ പറയാൻ പറഞ്ഞു. ദിവസം 3 നേരം മരുന്ന് കഴിക്കുന്ന പോലെ പറയാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ ഞാൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഫോട്ടോ ഞാൻ മൊബൈലില് സൂമി വെച്ചിട്ട് അതേ കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞു, കൊച്ചു നല്ല സൗഖ്യമുണ്ട്, എനിക്ക് കാല് ആ മുറിവെല്ലാം ഉണങ്ങി, ആ കുഴിയൊക്കെ നികന്നു, ഇപ്പൊ നല്ലതായിട്ട് ഉണങ്ങിയെന്ന് പറഞ്ഞു. ദൈവത്തിന് ഒത്തിരി നന്ദി. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യത ലിസ്റ്റ് പറഞ്ഞത്. വ്രണം പോലെ ഇരുന്ന കാലാണ്. അമ്മച്ചിയുടെ മോള് പറഞ്ഞു 3 നേരം മരുന്ന് കഴിക്കുന്ന പോലെ എന്ത് ചെയ്തോണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നത് പറഞ്ഞാൽ മതി. എന്നിട്ട് മോൾ എന്ത് ചെയ്തു, ആ ഫോട്ടോ തുറന്നു വെച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഫോട്ടോയെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അമ്മ പറഞ്ഞത് തന്നെ മുറിവും മാറി, പാടും മാറി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. വ്രണം പോലെ ഇരുന്നത് പൂർണ്ണ സൗഖ്യമായി തീർന്നു. അപ്പോൾ ഈ ആൾക്കാർ എന്തൊക്കെയും മുറിവെന്ന് പറയുമ്പോൾ ചെറിയ മുറിവല്ല. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ, അങ്ങനെ സങ്കടപ്പെടണമെങ്കിൽ, ഇത് വ്രണം പോലെ ആകണമെങ്കിൽ ചെറിയ മുറിവല്ല. പക്ഷെ കർത്താവിൻ്റെ തിരുമുറിവിനാൽ മാറാത്ത രോഗമില്ല, കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്തോ പറഞ്ഞു സിസ്റ്റർ. ഇന്നലെ ഒരു ആലോചന പറഞ്ഞതാണ്. ഒരു 2006 ജനിച്ച ഒരു കൊച്ചുള്ള ഒരു വീട്ടില് ഫ്രണ്ടിൽ മാവുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടൊരു മതില് കാണുന്നു പറഞ്ഞു. അത് ഞാൻ ആ ആലോചന ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററുടെ ഭവനമാണോ അത്? അതെ. അതാ 2006 ജനിച്ച ആരാ അത്? എന്റെ മൂത്ത മോന. അപ്പോൾ ഇത് ഏറ്റെടുത്തോട്ടെ. കർത്താവ് ഇന്ന് അടയാളം കർത്താവ് വെളിപ്പെടുത്തിയതാണ്. അന്ന് ആ കേട്ട ആലോചന വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതെല്ലാം കിടപ്പുണ്ട് കേട്ടോ.
വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും എന്തോ ഹലോ പറഞ്ഞു ബ്രദർ. പറഞ്ഞു. ബ്രദർ, ഇന്നലെ ബ്രദർ പ്രാർത്ഥനയിൽ ഇങ്ങനെ വിശ്വാസ പ്രമാണം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞ, നമ്മുടെ ശത്രുതകളെല്ലാം കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ നമുക്കിനി ശത്രുക്കളില്ല, മിത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് ഉള്ളിൽ ഫീൽ ചെയ്ത് ഞാൻ അങ്ങനെ ആ വചനം ഏറ്റു പറഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു മീഡിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് ശത്രുവായിട്ടിരുന്ന ആ കക്ഷി എന്റെ അടുത്ത് വന്ന് ഞാൻ ഇരുന്ന അടുക്ക വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു ശത്രുതയും ഇല്ല കേട്ടോ, നമ്മള് ആ പറയുന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുന്നതല്ലാതെ നമുക്ക് തമ്മിൽ ഒരു ശത്രുതയും ഇല്ല. അപ്പൊ എനിക്ക് ആരടുത്ത് ഒരു ശത്രുതയും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അത് പിന്നീട് ഉള്ള ചർച്ചയിലും എനിക്ക് ആ ഒരു ഇത് നല്ലൊരു ബലമായി ബ്രദർ. അത് ദൈവം ഇന്നലെ അഭിഷിക്തനിലൂടെ പറഞ്ഞത് ഞാൻ അത് ഏറ്റെടുത്ത് ഇന്ന് എനിക്ക് ശത്രുതയില്ലാതെ എന്നെ മിത്രമായി പിരിയേണ്ട ഇത് ദൈവം ഒരുക്കി തന്നു. തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞത് കുരിശിൽ വെച്ച് നമുക്ക് ശത്രുത ഇല്ലാതാക്കി, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സർവ്വതും നമ്മോട് നേരപ്പിച്ച് നമുക്കിനി ശത്രുത ആരോടും ഇല്ല, നമ്മളോട് ഇനി എന്ത് ചെയ്യാനും വരത്തില്ല എന്ന് പറഞ്ഞതാണ് ഇന്നലെ കേട്ടത്. അപ്പോൾ ക്രൂശിലെ ശത്രുത അവസാനിപ്പിച്ചെങ്കിൽ ആർക്കും നമ്മോട് ഇനി ശത്രുത വെക്കാൻ പറ്റത്തില്ല. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. കർത്താവ് ഇന്ന് ഇടപെട്ടത് നന്ദി. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഇന്ന് ഇടപെട്ടതിന് നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദർ, ഇപ്പം സുനി ജെസ്സി എന്ന് പറഞ്ഞില്ലേ, അതാരായിരുന്നു? ആലോചന പറഞ്ഞത്? അത് എന്റെ നാത്തൂമാരുടെ പേരാ. അത് സുനി ജെസ്സി എന്ന് പറഞ്ഞല്ലേ? അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വാതിൽ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് കാണിച്ച കുടുംബത്തിൻ്റെ അകത്തുനിന്ന് പോലും ദൈവം ചിലരെ തൊടും. നിങ്ങൾ മുഖാന്തരം അവരുടെ ജീവിതത്തെ കർത്താവ് തൊടും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ മോളുടെ ഹസ്ബൻഡ് 2 ദിവസം മുന്നേ ജോലി കഴിഞ്ഞ് വന്ന് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയായിരുന്നു. അപ്പൊ കാല് പെട്ടെന്ന് സ്ലിപ്പായിട്ട് അവിടെ വെള്ളം കിടന്നേച്ച് ബേക്കോട്ട് വീണ്. 2 കൈയിലും കിറ്റ് ഉണ്ടായോണ്ട് കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ മുട്ട് കൈ ഇങ്ങനെ കുത്തി വീണ് ബലം കൊടുത്ത്. അപ്പൊ തന്നെ സിസ്റ്ററെ മ്യൂട്ടായി, ഒന്നുകൂടെ മ്യൂട്ട് മാറ്റി പറയാം. 1 മിനിറ്റ് പറഞ്ഞു സിസ്റ്ററെ. 1 മിനിറ്റ് പറഞ്ഞു. വീണായിരുന്നു ആളെ. അപ്പൊ ആ കൈ